നമസ്കാരം. PVN എന്റർടൈൻമെന്റ് എന്ന നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഷിംജിത ദീപക് കേസാണ്. എന്തുകൊണ്ടാണ് ദീപകിന്റെ മരണത്തിൽ ഷിംജിക്ക് ഇതൊക്കെ ഉത്തരവാദിത്വമുണ്ടോ? അതുപോലെ ഷിംജിക്ക് ഇന്ന് ജാമ്യം നിഷേധിച്ചിരിക്കുന്നു. എന്തുകൊണ്ടാണ് ഈ കാരണങ്ങൾ കൊണ്ടാണെന്ന് നമുക്ക് ചിന്തിക്കാൻ പോകുന്നത്. ഷിംജിതയുടെ കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഷിംജിത ശരിക്കും വളരെ ആസൂത്രിതമായിട്ടാണ് ഈ വീഡിയോ എടുത്തതെന്ന് നമുക്ക് മനസ്സിലാക്കാം. കാരണം ഇത് പണ്ട് കാലത്ത് നടത്തിക്കൊണ്ടിരുന്നത് പോലുള്ള തരികിട എന്ന് പറയുന്ന ഒരു പരിപാടി പോലെയാണ് ഷിംജിത ഈ പരിപാടി ചെയ്തത്. അതായത് ഒരാളെ എങ്ങനെയെങ്കിലും ട്രാപ്പിലാക്കണം എന്ന് മനസ്സിൽ വിചാരിച്ച് ബസ്സിൽ കയറുകയും അയാളുടെ വീഡിയോ ദൃശ്യങ്ങൾ പകർത്തിയെടുക്കുകയും അതിനുശേഷം അത് സോഷ്യൽ മീഡിയയിലൂടെ പബ്ലിക്കാക്കുകയും അങ്ങനെ ഒരു സാമൂഹിക ശ്രദ്ധ പിടിച്ചു പറ്റണമെന്നാണ് ആ പുള്ളിക്കാരി ശ്രമിച്ചിട്ടുള്ളത്. ഇത് ഒരുമാതിരിപ്പെട്ട മീഡിയയിൽ നിൽക്കുന്ന എല്ലാ ആളുകൾക്കും ഉള്ള ഒരു സംഭവമാണ്. കാരണം മറ്റുള്ളവരുടെ ശ്രദ്ധയിൽ എപ്പോഴും നിലനിൽക്കുക, മറ്റുള്ള ശ്രദ്ധയിൽ നിറഞ്ഞു നിൽക്കുക എന്നൊക്കെയുള്ള ഒരു ആഗ്രഹം ഒരുമാതിരിപ്പെട്ട ആളുകൾക്കെല്ലാം ഉണ്ട്. അത് സോഷ്യൽ മീഡിയയിൽ നിലനിൽക്കുന്ന ആളുകൾക്ക് കൂടുതലായിട്ടുണ്ട്. ഇത് തന്നെയാണ് ഷംജിത കാണിക്കാൻ തുടങ്ങിയത്. അപ്പൊ നമ്മുടെ മലയാളത്തിലുള്ള പല സൂപ്പർ സ്റ്റാറുകളും കാലെടുത്ത് വെക്കാൻ പോലും പറ്റില്ലെങ്കിൽ പോലും ആക്ഷൻ സിനിമകളിൽ അഭിനയിക്കുന്നത് ഇതുകൊണ്ടൊക്കെയാണ്. എങ്ങനെയെങ്കിലും ആളുകളുടെ ശ്രദ്ധ പിടിച്ചു പറ്റുക, അവരെ കൊണ്ട് നല്ലത് പറയിപ്പിക്കുക എന്നൊക്കെയാണ്. ഷിംജിതയ്ക്ക് ശ്രദ്ധിക്കപ്പെടാൻ വേണ്ടിയാണ് ഷിംജിത ഈ കാര്യം ചെയ്തത്. ഇത് ശരിക്കും അദ്ദേഹം തട്ടിയിട്ടില്ല. ഷിംജിത സ്വന്തം മാറിടം കൊണ്ട് ആ വണ്ടി ഡോർ അടയ്ക്കാൻ ശ്രമിക്കുകയും ആ സമയത്ത് അറിയാതെ അയാളുടെ കൈ ഒന്ന് മുട്ടുകയും ചെയ്തതാണ്. പിന്നെ അത് സൂം ചെയ്ത് അത് അത് വളരെ സ്ലോ മോഷനിൽ കാണിച്ചുകൊണ്ടാണ് നമുക്ക് അങ്ങനെ തോന്നുന്നത്. ഇത് ഷിംജിത അയാളെ ആകർഷിക്കാൻ വേണ്ടി ചെയ്ത ഒരു കാര്യമെന്ന രീതിയിൽ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ തോന്നത്തുള്ളൂ. കാരണം ഈ ഒരു ചിത്രീകരണത്തെ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും അതിനെ വ്യാഖ്യാനിക്കാം. അതുകൊണ്ട് ഷിംജിയുടെ ഈ പ്രവൃത്തി ശരിക്കും കുറ്റകരമാണ്. അബേറ്റ്മെന്റ് ഓഫ് സൂയിസൈഡ് എന്ന രീതിയിൽ നമുക്ക് ഇതിനെ വ്യാഖ്യാനിക്കാം. പക്ഷെ ഒരിക്കലും ഷിംജിത അയാൾ ആത്മഹത്യ ചെയ്യും എന്ന് ഒരിക്കലും വിചാരിച്ചിട്ടുണ്ടായിരിക്കില്ല. കാരണം വിചാരിച്ചു കാണും പബ്ലിസിറ്റി കിട്ടും, ഇയാളൊന്നും ചെയ്യില്ല, ഇയാൾ വിഷമിച്ചിരിക്കുന്നത്. പക്ഷേ ഈ ദീപക് എന്ന് പറയുന്ന ആൾ ഒരുപാട് മാനസിക സമ്മർദ്ദത്തിലൂടെയും പ്രശ്നങ്ങളിലൂടെയും ഒക്കെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഒരാളാണെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അയാൾക്ക് ജോലി സംബന്ധമായ പ്രശ്നങ്ങൾ കാണും, അതുപോലെ അദ്ദേഹത്തിന്റെ വിവാഹ ജീവിതത്തിൽ പ്രശ്നങ്ങളുണ്ട്. അതിനിടയ്ക്കിലുള്ള ഒരു പ്രശ്നം വരുമ്പോഴേക്കും അദ്ദേഹത്തിന്റെ കൂട്ടുകാര് എല്ലാം അദ്ദേഹത്തെ കളിയാക്കും. അദ്ദേഹം ഒരു വളരെ മാനസികമായ പ്രശ്നങ്ങളിലൂടെ കടന്നു പോയപ്പോൾ ഈ ഒരു പ്രശ്നം കൂടി വന്നപ്പോഴത്തേക്ക് അദ്ദേഹത്തിന് താങ്ങാൻ കഴിയാതെ അദ്ദേഹം ആത്മഹത്യ ചെയ്തതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷെ ഒരിക്കലും ഈ കാരണത്തെ ഒന്ന് എഴുതി വെച്ച് അദ്ദേഹം അല്ല ആത്മഹത്യ ചെയ്തത്. പക്ഷെ അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളോട് ഈ കാര്യമൊക്കെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് പോലീസ് അബേറ്റ്മെന്റ് ഓഫ് സൂയിസൈഡിനാണ് കേസെടുത്തിരിക്കുന്നത്. 10 വർഷം തടവ് കൂട്ടാവുന്ന ശിക്ഷയാണ്. ജാമ്യം ബെയിലബിൾ ഒഫൻസ് അല്ല. അതുകൊണ്ടൊക്കെയാണ് ഷിംജിത ഇപ്പോൾ അകത്ത് കിടക്കുന്നത്. പിന്നെ ഇനി ഡിജിറ്റൽ ഇളവുകളൊക്കെ സ്വീകരിക്കേണ്ടതുണ്ട്. പിന്നെ ആളുകളുടെ മൊഴി കോടതി പറഞ്ഞിരിക്കുന്നത് ഷിംജിത സ്വാധീനിച്ച ആളുകളുടെ മൊഴി മാറ്റും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിനൊരു സാധ്യതയുണ്ട്. കാരണം അവരെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് വേഷം ധരിച്ച് മേക്കപ്പ് ഒക്കെ ഇട്ടാണ് ഇങ്ങനെ ഈ വീഡിയോ ചിത്രീകരിക്കുന്നതിന് വേണ്ടിയിട്ട് ബസ്സിൽ കയറിയത്. അതിനുശേഷം അവരെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും മുസ്ലിങ്ങളുടെ പർദ്ദ എന്ന വേഷം ധരിച്ചാണ് അവര് പോയിരിക്കുന്നത്. പർദ്ദ ധരിച്ചു പോയി അവര് അതായത് ഒരു വർഗീയമായ ആളുകളെ സ്വാധീനിക്കുന്നതിനും മറ്റ് ഒരു വിഷമം ഉണ്ടാക്കുന്നതിനൊക്കെ വേണ്ടി ശ്രമിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. പക്ഷെ നമുക്ക് കാണാൻ കഴിയുന്നത് കൂടുതൽ മുസ്ലിം സ്ത്രീകൾ തന്നെ ഇതിനെ ഭയങ്കരമായിട്ട് വിമർശിച്ചിട്ടുണ്ട്. കാരണം ഇതൊരിക്കലും അവർ ചെയ്യാൻ പാടില്ലാത്ത കാര്യമായിരുന്നു. കാരണം ഒരാളുടെ മനസ്സ് വേദനിപ്പിക്കുന്ന കാര്യമാണെന്ന് മുസ്ലിം സ്ത്രീകളും പെൺകുട്ടികളും തന്നെ ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. സമൂഹത്തിൽ അത് നല്ല രീതിയിൽ പ്രതിഫലിച്ചിട്ടുണ്ട്. പക്ഷെ എങ്കിൽ പോലും ഷിംജിത ഇത് സ്വാധീനിക്കാൻ ശ്രമിക്കാൻ സാധ്യതയുണ്ട്. കാരണം പുള്ളിക്കാരി മുസ്ലിം ലീഗിന്റെ ഒരു പഞ്ചായത്ത് മെമ്പർ ആയിരുന്നു. ഇത് ഓരോ മാസങ്ങളും ദിവസങ്ങളും കഴിയുന്നതിനനുസരിച്ച് ആളുകൾക്ക് ഇതിനോടുള്ള ഒരു ഇൻട്രസ്റ്റ് മാറുകയും ചിലപ്പോൾ ഷിംജിതയ്ക്ക് അനുകൂലമായ മൊഴികൾ ലഭിക്കാൻ സാധ്യത വരികയൊക്കെ ഉണ്ട്. കാരണം ഷിംജിത അങ്ങനെ സ്വാധീനിച്ച് ഷിംജിത എന്തായാലും ആൾ മരിച്ചുപോയി. ഇനി ഷിംജിത എന്തിനാണ് ശിക്ഷിക്കപ്പെടുന്നതെന്നൊരു വികാരം ആളുകളുടെ ഇടയിലേക്ക് വരാൻ സാധ്യത ഉണ്ടാകുന്നത് കൊണ്ടൊക്കെയാണ് പോലീസ് അവർക്ക് ജാമ്യം നിഷേധിക്കണം പറയാനുള്ള ഒരു കാരണം. ദീപക് പക്ഷെ ഈ ഒരു കാരണം കൊണ്ട് മാത്രമായിരിക്കില്ല, അദ്ദേഹത്തിന് ഒരുപാട് പ്രശ്നങ്ങൾ വേറെയും ഉണ്ടായിരിക്കാം. അതുകൊണ്ടൊക്കെ തന്നെയാണ് പെട്ടെന്നൊരു അദ്ദേഹത്തിന്റെ ബർത്ത്ഡേ ദിവസം തന്നെ അദ്ദേഹം ആത്മഹത്യ ചെയ്യാനായ കാരണമെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇത് ശരിക്കും സോഷ്യൽ മീഡിയ എങ്ങനെയാണ് കൈകാര്യം ചെയ്യാൻ പാടില്ലാത്തതുകൊണ്ടാണ്. ഒരു ചെറിയ തമാശയ്ക്ക് വേണ്ടിയിട്ടോ മറ്റുള്ളവരെ വേദനിപ്പിക്കുന്ന രീതിയിലുള്ള വീഡിയോ ചെയ്ത് കഴിയുമ്പോഴേക്കും ഒരുപക്ഷെ അതിന്റെ ഫലം വളരെ ദൂരവ്യാപകമാണ്. അതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ് രാഹുൽ ഈശ്വറിന് സംഭവിച്ചത്. അദ്ദേഹം ജയിലിൽ 14 ദിവസം ഇരിയുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തുക എന്നുള്ള രീതിയിൽ ഇത് ഇതുകൊണ്ടൊക്കെ ഉരുത്തിരിഞ്ഞു വരുന്ന മറ്റൊരു പ്രശ്നമുണ്ട്. പുരുഷ കമ്മീഷൻ രൂപീകരിക്കണം എന്ന് പറഞ്ഞ ഒരു കൂട്ടം ആളുകൾ പുറത്തുചാടിയിട്ടുണ്ട്. എന്തിനാണ്? പക്ഷെ അതെന്തിനോട്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പുരുഷനും സ്ത്രീയും എന്ന് പറഞ്ഞ ഒരു നാണയത്തിന്റെ 2 വശങ്ങൾ പോലെയാണ്. അവർക്ക് രണ്ടുപേർക്കും തുല്യ റൈറ്റുകളാണ് വേണ്ടതെങ്കിൽ പോലും പ്രകൃതി പുരുഷന് കുറച്ച് അതുപോലെ അവർക്ക് കുറച്ച് ബെനിഫിറ്റുകളൊക്കെ കൊടുത്തിട്ടുണ്ട് സ്ത്രീയെ അപേക്ഷിച്ച്. കാരണം അവർക്ക് പ്രസവിക്കുന്ന സമയത്ത് വേദനയുണ്ട്, പുരുഷനതില്ല. അതുപോലെ അവർക്ക് ശാരീരികമായ ആരോഗ്യത്തിന് കുറച്ച് വ്യത്യാസങ്ങളുണ്ട്. അവർക്ക് ശാരീരികമായ
വേറെ പല വൈഷമ്യങ്ങളും കാര്യങ്ങളും എല്ലാം ഉണ്ട്. പുരുഷന് അതില്ല. അങ്ങനെ ഫിസിക്കലായിട്ട് പുരുഷനേക്കാൾ അല്പം കൂടി വീക്കാണ് എന്ന് വേണം നമുക്ക് പറയാം. അതുകൊണ്ടൊക്കെ അവർക്ക് പല രീതിയിലുള്ള ആനുകൂല്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഒന്നാമത്തെ ആനുകൂല്യം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഈ പുതിയതായിട്ട് വന്നേക്കുന്നതാണ്. അതായത് ഡൊമസ്റ്റിക് വയലൻസ് അഗെയിൻസ്റ്റ് വുമൺ എന്ന് പറഞ്ഞൊരു ഉണ്ട്. അതായത് സ്ത്രീകളെ ഉപദ്രവിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭർത്താവിനോട് വീട്ടിൽ നിന്ന് മാറി നിൽക്കണം, അല്ലെങ്കിൽ ഭർത്താവിന്റെ ബന്ധുക്കളോട് വീട്ടിൽ നിന്ന് മാറി നിൽക്കണം എന്ന് പറഞ്ഞൊരു ആക്ട്, ഡൊമസ്റ്റിക് വുമൻസ് പ്രൊട്ടക്ഷൻ ഫോർ ഡൊമസ്റ്റിക് വയലൻസ് എന്ന് പറഞ്ഞൊരു ആക്ട് നിലവിൽ വന്നിട്ടുണ്ട്. മജിസ്ട്രേറ്റ് കോടതിയിൽ നിന്ന് വിധി കിട്ടുന്ന ഒരു സംഭവമാണ്. പക്ഷെ അത് വന്നുകൊണ്ട് ഒരുപാട് പുരുഷന്മാർക്ക് അതിന്റെ ദൂഷ്യവശങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്. സ്ത്രീകള് അത് ദുരുപയോഗം ചെയ്തിട്ടുണ്ട്, ചിലർ ദുരുപയോഗം ചെയ്തിട്ടുണ്ട്, ചിലർക്ക് അത് ഉപകാരപ്പെട്ടിട്ടുമുണ്ട്. പക്ഷേ നമ്മൾ ചിന്തിക്കുമ്പോൾ അത് ഇവിടെ മാത്രമല്ല, ലോകത്തെല്ലാം ഒരുമാതിരിപ്പെട്ട എല്ലാ രാജ്യങ്ങളിലും അങ്ങനെ ഒരു നിയമമുണ്ട്. കാരണം ഈ സ്ത്രീകൾക്കും കുട്ടികളുടെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് അങ്ങനെ ഒരു നിയമം എല്ലായിടത്തും ഉണ്ട്. അത് ഇന്ത്യയിൽ മാത്രമല്ല ഉള്ളത്. അപ്പോൾ അതിൽ നിന്നൊക്കെ ആർജവം ഉൾക്കൊണ്ടിട്ടായിരിക്കാം ചിലപ്പോൾ ഇന്ത്യയിലും അങ്ങനെ ഒരു നിയമം നടപ്പാക്കിയത് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. ഈ രാത്രിയിൽ വന്ന് പുരുഷന്മാര് സ്ത്രീകൾ ഇടി കൊടുക്കുക, വെള്ളം അടിച്ചിട്ട് വന്ന് കുട്ടികൾ, അങ്ങനെയൊക്കെയുള്ള ഒരു സംഭവം ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു പുരുഷന്റെ സ്ത്രീ വീട്ടിൽ നിന്ന്, അവരുടെ സ്വന്തം വീട്ടിൽ നിന്ന് തന്നെ മാറി നിൽക്കണം എന്ന് പറഞ്ഞൊരു വിധി വന്നത്. അത് പുരുഷന് ഇഷ്ടമല്ല. പിന്നീടുണ്ടായതാണ് ഈ റിട്ടേൺ ഓഫ് മണി ആൻഡ് ഗോൾഡ് ഓർണമെന്റ്സ് കള്ളരീതി കൊടുത്ത് പുരുഷന്മാരിൽ നിന്ന് പൈസ മേടിക്കാൻ ശ്രമിക്കുക, ജീവനാംശം മെയിൻ്റനൻസ് കേസ് ഫയൽ ചെയ്യുക. ഇതൊക്കെ നിയമപരമായിട്ട് പുരുഷന് ദോഷകരവും എന്നാൽ സ്ത്രീകൾക്ക് കുറച്ച് ഗുണം കിട്ടുന്ന ഒരു കാര്യമാണ്. അത് നിയമത്തിന് മുമ്പിലേക്ക് വരുമ്പോഴേക്കും ശരിക്കും സ്ത്രീയുടെ ഭാഗത്തുള്ള അഭിഭാഷകർ അതെല്ലാം ശരിക്കും യൂട്ടിലൈസ് ചെയ്യുകയും പുരുഷനെതിരായിട്ട് വരികയും ചെയ്യും. അതുകൊണ്ട് പുരുഷന്മാർ ഒരു പരിധി വരെ ഡിസാറ്റിസ്ഫൈഡ് ആണ് എന്ന് വേണമെങ്കിൽ പറയാം, ഈ നിയമത്തിന്റെ ആനുകൂല്യങ്ങൾ ഇത്രയും ഉള്ളത് കൊണ്ട്. അത് ഏത് ഒരാൾക്കാണ്, രണ്ടുപേര് രീതിയിൽ ഒരേ മനുഷ്യരെന്ന് പറയുന്ന ഒരു വിഭാഗത്തിൽപ്പെട്ട പുരുഷനും സ്ത്രീയിലുണ്ട്. ഒരാൾക്ക് കൂടുതൽ പരിരക്ഷ ലഭിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും മറ്റൊരാൾക്ക് അതിൻ്റെതായ ഒരു എതിർപ്പ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. പക്ഷെ മറ്റൊരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഈ പുരുഷ കമ്മീഷൻ വന്നു കഴിഞ്ഞാൽ പോലും പുരുഷന് വലിയ ഗുണം കിട്ടാനൊന്നും പോകുന്നില്ല. കാരണം ഒന്നാമത്തെ കാര്യം, വനിതാ കമ്മീഷനുള്ള അത്രയും പവറൊക്കെ തന്നെ ഈ പുരുഷ കമ്മീഷനും കിട്ടുകയുള്ളൂ. മാക്സിമം പോയി കഴിഞ്ഞാൽ അവർക്ക് ഒരു സ്വമേധയാ കേസ് എടുക്കാം. കേസ് എടുത്തു കഴിഞ്ഞാൽ പോലും അവർക്ക് ചെയ്യാവുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലീസിനോട് അന്വേഷിക്കാൻ വേണ്ടിയിട്ട് അത് റെഫർ ചെയ്യാമെന്ന് പറയും എന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ അവർക്ക് സ്വന്തമായിട്ട് കേസ് അന്വേഷിക്കാനോ അങ്ങനെയുള്ള സംവിധാനങ്ങളൊന്നുമില്ല. പോലീസിനോട് കേസ് എടുക്കാൻ പറയാം. പോലീസ് അന്വേഷിച്ചിട്ട് അതിൽ എന്തെങ്കിലും തെളിവോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ പോലീസ് കേസ് എടുക്കും, ഇല്ലെങ്കിൽ കേസ് എടുക്കില്ല. പിന്നെ ഇതിന്റെ ഗുണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന്റെ പ്രസിഡന്റ് ആയിട്ടിരിക്കുന്നവർ, പുരുഷ കമ്മീഷന്റെ പ്രസിഡന്റും സെക്രട്ടറി ആയിട്ടിരിക്കുന്നവർക്കും അതുപോലെ അതിലെ മെമ്പേഴ്സിനൊക്കെ കുറച്ച് സാമ്പത്തിക ബെനിഫിറ്റ് കിട്ടുന്നുള്ളതല്ലാതെ പുരുഷന്മാർക്ക് ദൂരവ്യാപകമായ വലിയ ഫലങ്ങളൊന്നും കിട്ടാൻ യാതൊരു സാധ്യതയുമില്ല. അതുകൊണ്ട് പുരുഷ കമ്മീഷൻ ഉണ്ടായിട്ട് കാര്യമില്ല. കാരണം പുരുഷന്റെ പ്രശ്നം വന്നു കഴിഞ്ഞാൽ ആദ്യം അവർക്ക് പോലീസ് സ്റ്റേഷനിൽ ചെന്ന് പറയാം, അല്ലെങ്കിൽ കോടതിയെ സമീപിക്കാം. ഇപ്പൊ ദീപക്കും സ്വാഭാവികമായിട്ടും അങ്ങനെയായിരുന്നു ചെയ്യേണ്ടത്. കാരണം അദ്ദേഹത്തിന്റെ ഒരു മകനാണ്. അദ്ദേഹം ഉടനെ പോയി ആത്മഹത്യയല്ലായിരുന്നു ചെയ്യേണ്ടത്. അദ്ദേഹം ഒരു പോലീസ് സ്റ്റേഷനിൽ ചെന്ന് പരാതി കൊടുക്കുക, അല്ലെങ്കിൽ സൈബർ സെല്ലിൽ പരാതി കൊടുക്കുക, അല്ലെങ്കിൽ ഒരു വക്കീലിനെ കണ്ട് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയായിരുന്നു ദീപക് ചെയ്യേണ്ടിയിരുന്നത്. പക്ഷെ എന്തായാലും അവിചാരികമായിട്ട് അത് ചെയ്തില്ല. അദ്ദേഹത്തിന്റെ മാനസിക സമ്മർദ്ദം കൊണ്ടൊക്കെ ആയിരിക്കാം. എന്തായാലും ഇനി സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുമ്പോഴെങ്കിലും ആൾക്കാർ വളരെ വിജിലന്റ് ആയിട്ട് യൂസ് ചെയ്യട്ടെ. ഈ തരികിട പോലുള്ള പരിപാടികളാണ് ഇവർക്കൊക്കെ സ്വാധീനമായിട്ടുള്ളത്. കാരണം മറ്റുള്ളവരെ പറ്റിക്കുക, മറ്റുള്ളവരെ ബുദ്ധിമുട്ടിപ്പിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾ കാണിച്ച് സോഷ്യൽ മീഡിയയിലൂടെ പബ്ലിസിറ്റി നേടാനാണ് ഇങ്ങനെയുള്ള ആളുകൾ ശ്രമിക്കുന്നത്. അതൊക്കെ നിയമം മൂലം നിരോധിക്കട്ടാണ്. ഞാൻ തന്നെ കൊണ്ടുണ്ട്, തരികിട എന്ന് പറഞ്ഞൊരു പരിപാടിക്കകത്താണെന്ന് തോന്നുന്നു, കുമരകം ചെന്ന് അതിന് ഒരാൾ ഭയങ്കരമായിട്ട് പറ്റിച്ച് കുമരകം അത് വിഷമിച്ചിരിക്കുന്ന ഇത് കണ്ടിട്ടുണ്ട്. കാരണം പ്രാങ്ക് എന്ന് പറഞ്ഞ രീതിയിലാണ് കുമരകം രഘുനാഥ്. അയാളെ വളരെ ഡീസന്റ് ആയിട്ട് പെരുമാറുന്ന ഒരാളാണ് കുമരകം രഘുനാഥ്. അയാളെ ചെന്ന് കണ്ടിട്ട് അയാളുടെ കാറിൽ കയറി ഒരു സ്ഥലത്ത് കൊണ്ടുവിട്ട് അയാളോട് കാശ് ചോദിക്കും, അങ്ങനെയൊക്കെ ചെയ്യുന്നവർ കണ്ടിട്ടുണ്ട്. ഇങ്ങനെയുള്ള പരിപാടികളൊന്നും പ്രോത്സാഹിപ്പിക്കുന്ന ചാനലുകളാണേലും അതുപോലെ പോലീസും ഇതിനെതിരെ നടപടി എടുക്കണം. മാനസിക സമ്മർദ്ദം ഉണ്ടായി കഴിഞ്ഞാൽ അതിനെതിരെ വൻ ഫൈൻ തന്നെ ഏർപ്പെടുത്തണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അല്ലാതെ പുരുഷ കമ്മീഷൻ ഒന്നും ഇതുകൊണ്ട് വലിയ പ്രയോജനമില്ല എന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. താങ്ക് യു.